വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാസ്കുമായിട്ടാണ്. നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടൊക്കെ നമുക്ക് തയ്ച്ച് ഒരേ മാസ്ക് തന്നെ രണ്ട് ഡിസൈനാണ് രണ്ട് പുറത്തും വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 3 ലെയറോടെയാണ് ഞാനിത് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ മാസ്ക് 3 ലെയർ മാസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 തുണി ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ രണ്ട് സൈഡിലേക്ക് എടുക്കുക. നടുക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിങ് ക്ലോത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കട്ടി കുറഞ്ഞ ഒരു തുണി സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ച് ലെങ്ത്തും അതേപോലെ 6.5 ഇഞ്ച് വിട്ടുമുള്ള ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ട് അതേ അളവിൽ 3 ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ നടുവിലായിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. ഇനി ഇതിനെ സൈഡിലോട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഫോൾഡിങ് സൈഡ് വരുന്നുണ്ടല്ലോ, ആ ഫോൾഡിങ് സൈഡിലിരുന്ന് നമുക്ക് അളവെടുത്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ നമ്മൾ അളവെടുക്കുന്നത് അത് ഫോൾഡിങ് സൈഡാണ്. ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒരു 1.5 ഇഞ്ചാണ്, സെൻറ്റിമീറ്റർ അല്ല, 1.5 ഇഞ്ച് അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള സൈഡ്, ആ ഫോൾഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റിലിരുന്ന് ഏകദേശം 1 ഇഞ്ച് നീളത്തിലും ഇതേപോലെ ഒരു മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു ലൈറ്റ് കേർവ് നമ്മൾ അതിലേക്ക് വരച്ചു കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ലൈറ്റ് കേർവാണത്, ഒരു കേർവ് പോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പോർഷനുമായിട്ട് ഇതിനെ യോജിപ്പിക്കാം. അതും ഒരു കേർവ് പോലെ ഇവിടെ നിന്ന് വളച്ച് ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് അങ്ങ് എത്തിച്ചാൽ മതി. ഇനി നമുക്കിതിനെ ഇതേപോലെ നമുക്ക് ഈ വരച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം 3 ക്ലോത്തും കൂടെ വെച്ചിട്ടാണ് ഒരേപോലെ വെച്ച് നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 6 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരേ ഡിസൈനിലുള്ള രണ്ട് ക്ലോത്താക്കി കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെയുള്ള 6 പീസസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരേപോലെയുള്ള തുണി എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ലൈനിങ് ക്ലോത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിനെ ഇതേപോലെ തുണി രണ്ടും മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒരേ ലെവലിൽ വെച്ച് പിടിക്കുക. എന്നിട്ട് ഈ കേർഡ് സൈഡിലെ ആ കേർഡ് സൈഡിൽ ഒരു 4 ഇഞ്ച് വീതിയിൽ നമുക്ക് ആ ഒരു കേർവ് അനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അതേ കേർവിലൂടെ തന്നെ ഒരു 4 ഇഞ്ച് വീതിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ തുണികളും, അതായത് നല്ല വശം അകത്ത് വരത്തക്ക വിധത്തിൽ നമ്മൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കെല്ലാം അറിയാമായിരിക്കും. നല്ല വശം അകത്തായിരിക്കണം വരേണ്ടത്. സ്റ്റിച്ചിങ് നമ്മുടെ അകത്ത് വരേണ്ട പോർഷനിലായിരിക്കും വരേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ 3 ക്ലോത്ത് ഞാൻ ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ കയറ് വരുന്ന ആ പോർഷനിൽ ഇതേപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കയറ് ആയതുകൊണ്ട് തന്നെ നമ്മളത് തിരിച്ച് വെച്ച് നന്നായിട്ടൊന്ന് തയ്ച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ ചുളുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കർവ് തയ്ച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 ക്ലോത്തിലും ഒരേപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു നല്ല പോർഷൻ തിരിച്ചെടുത്ത് നോക്കാം. അപ്പോൾ നല്ല ഫോൾഡിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു കർവ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് നല്ല ഭാഗം എടുക്കുകയാണ്. കണ്ടോ, ഒട്ടും തന്നെ ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിലൂടെ ഒരു തയ്യലൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കർവ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തിരിക്കുമ്പോഴും ഈ ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ അതിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ആ സെൻറ്റർ പോർഷനിലൂടെയാണ് ഞാൻ ഇതേപോലെ ഒരു തയ്യലിട്ട് കൊടുക്കുന്നത്. അത് നല്ല ഭാഗം വെച്ചിട്ട് ചുളുകൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിയിലുള്ള ക്ലോത്ത് ഒരു സൈഡിലേട്ടൊന്ന് പിടിച്ച് വെച്ചാൽ മതി. ഇതേപോലെ ഞാൻ 3 ക്ലോത്തിൻ്റെയും സെൻറ്ററിൽ കൂടെ ഒരു തയ്യലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് തയ്ക്കുമ്പോൾ ചെറിയ ഫോൾഡിംഗ് ഒക്കെ വരുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഈ തുണി തയ്ച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ 3 ക്ലോത്തും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് വരേണ്ടുന്ന തുണികളുണ്ടല്ലോ, അതിൻ്റെ നല്ല വശം തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വേണം നമ്മുടെ ആ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. അത് സെൻറ്ററിലായിട്ട് വരാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് നമുക്കിതേപോലെ തയ്ച്ചു കൊടുക്കാം. ലെങ്തി ആയിട്ടുള്ള പോർഷൻ തയ്ക്കാം. അതിൻ്റെ 2 സൈഡിലുള്ള ചെറിയ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വിട്ടിട്ട് തന്നെ വേണം തയ്ക്കാൻ. അത് നമുക്ക് ആ ഒരു പോർഷനിൽ കൂടെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 ഇഞ്ച് വീതി തന്നെ തയ്ച്ചെടുക്കുക.
ഇനി ഇതിൻ്റെ സൈഡിലുള്ളത് നമ്മൾ മുൻപ് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ ആ സ്റ്റിച്ചിങ് ചെയ്ത പോർഷൻ ചെറിയൊരു വളമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ചുളുക്കൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 2 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു 2 സൈഡിലും വരണ്ടുന്ന തുണിയുടെ ഭാഗം എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് വിട്ടിരുന്നിടത്തുകൂടി നമ്മളിതിനെ ഇതേപോലെ തിരിച്ചിടുക. ഇപ്പോൾ നമ്മുടെ ലൈനിങ് ക്ലോത്ത് സെൻട്രലായിട്ടും അതേപോലെ നമുക്ക് വേണ്ടുന്ന സൈഡിൽ വരണ്ടുന്ന 2 ക്ലോത്തും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നിങ്ങൾ റയോൺ ക്ലോത്തോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലോത്ത് ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഓരത്തുകൂടെ വളരെ പെർഫെക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ 2 സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. 2 സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോട്ടൺ ക്ലോത്ത് ഇങ്ങനെ തയ്ക്കേണ്ടത് ആവശ്യമില്ല. 2 സൈഡ് നല്ലതായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളുക്കൊന്നും ഇല്ലാതെ തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നാലും ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെയുള്ള ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറുതാണ്. അതിന് ഒരു ഏകദേശം 6.5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാസ്ക് വെച്ചിട്ട് അളവ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സൈസായിരിക്കും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എത്രയും വേണോ ആ ലെങ്ത്ത് എടുത്തിട്ട് ഇതേപോലെ അകത്തേക്ക് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാസ്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് മാസ്കാണ്. നമുക്ക് നല്ല പെർഫെക്റ്റാണ്, നല്ല കംഫർട്ടബിളാണ്. 3 ലെയറും ഒക്കെയുള്ള മാസ്കാണ്. അപ്പോൾ ഇനി നമ്മുടെ ഡ്രസ്സിങ്ങിനൊക്കെ മാച്ചിങ് ആയിട്ട് നമുക്ക് മാസ്ക് തയ്ച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടണം.